എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ആമുഖമായി ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ ജാതി തിരിച്ച് ഒക്കെ പലതും പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാതി ചിന്തയുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ മനുഷ്യനെ ഏതെങ്കിലുമൊക്കെ ജാതിയുടെ അടിസ്ഥാനത്തിൽ സുഹൃത്താക്കുന്നതിനോ സഹായിയാക്കുന്നതിനോ സഹപ്രവർത്തകനാക്കുന്നതിനോ ആത്മമിത്രമാക്കുന്നതിനോ എന്തെങ്കിലും വിരോധമോ വ്യത്യാസമോ വ്യത്യസ്തതയോ ഉള്ളതുകൊണ്ടല്ല. മറിച്ച് SNDP യോഗ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ വളരെ പരസ്യമായി പടച്ചുവിടുന്ന കള്ളങ്ങൾ, അസത്യങ്ങൾ, അത്തരം അസത്യങ്ങൾക്ക് മുന്നിൽ വസ്തുതകൾ പൊതുസമൂഹത്തിൽ പറയേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ മതേതര മനസ്സുള്ള വ്യത്യസ്ത സമുദായത്തിൽപ്പെടുന്ന മനുഷ്യർ വെള്ളാപ്പള്ളി പറഞ്ഞതെല്ലാം സത്യമല്ലേ എന്നൊരു വേളയെങ്കിലും ചിന്തിച്ച് വശാകാനുള്ള സാഹചര്യം വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി പറയേണ്ടതുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിൽ കരുതേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. വെള്ളാപ്പള്ളി പള്ളിക്കൂടങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞ കണക്ക് പച്ചക്കള്ളമാണ്. വെള്ളാപ്പള്ളി മുസ്ലിം സമുദായവും ഈഴവ സമുദായവും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് അറിയാത്ത ആളല്ല. ഇന്ന് തലയുയർത്തി നിൽക്കുന്ന SN കോളേജിൻ്റെ സ്ഥാപനം മുതൽ R ശങ്കർ എന്ന മഹാമനുഷ്യനെ മുസ്ലിം ലീഗും കോൺഗ്രസും PSPയും ചേർന്ന മുന്നണിയിലൂടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കിയതും കുറച്ചു നാളത്തേക്കെങ്കിലും ആയതും ഹിന്ദു മഹാമണ്ഡലം എന്ന പേരിൽ നായർ സമുദായത്തിൽപ്പെട്ടവർ കൂടുതലുള്ള കൊട്ടാരക്കരയിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവിടെ മുസ്ലിം സമുദായത്തിനെ പോലെയുള്ള ആളുകളുടെ വോട്ട് നിർണായകമല്ലാത്തതുകൊണ്ട് മാത്രം വളരെ ആസൂത്രിതമായി ഈഴവ സമുദായക്കാരനായ R ശങ്കറിനെ തോൽപ്പിച്ചതും പിന്നീട് അദ്ദേഹത്തെ കണ്ണൂർ കൊണ്ടുപോയി കായാത്ത് ദിവാകരൻ എന്നോ മറ്റോ പറയുന്ന ഒരു മുതലാളി, അദ്ദേഹം സമ്പത്തും ബാക്കിയുള്ള സംഗതികളുമൊക്കെ ചെലവഴിച്ച്, അദ്ദേഹത്തിൻ്റെ മകനാണ് സുന്ദരേശൻ മുതലാളിയുടെ മരുമകൻ, അങ്ങനെയാണെന്നാണ് എൻ്റെ പേരിൻ്റെ ഓർമ്മ. ഏതായാലും അങ്ങനെ കൊണ്ടുപോയി മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ആത്മാർത്ഥമായി വോട്ട് ചെയ്തും പണിയെടുത്തും വിജയിപ്പിച്ചാണ് ഈ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു R ശങ്കറിനെയും, R ശങ്കറിൻ്റെ കാലത്താണ് ഞങ്ങൾക്കെല്ലാം കിട്ടിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറ് ഉറക്കെ പറയുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ SNDPയുടെ നേതൃത്വത്തിലുള്ള പല സ്ഥാപനങ്ങളും തുടങ്ങാൻ സ്ഥലം നൽകിയതും, യോഗത്തിന് സ്ഥലം നൽകിയതും, യോഗത്തിൻ്റെ പ്രമുഖമായ സ്ഥാപനങ്ങൾക്ക് സ്ഥലം നൽകിയതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നൽകിയതിലുമെല്ലാം മുസ്ലിം പേരുകാരുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഒരു പ്രതിസന്ധിയിലായപ്പോൾ UAEയിൽ അത് പരിഹരിക്കാനായി രംഗത്തിറങ്ങിയവരിൽ ഈ സമുദായത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ വഴിയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വഴിയും ആരും നിഷേധിക്കാത്തവണ്ണം കേട്ടുപോയിട്ടുള്ള സത്യങ്ങളാണ്. ഇതിൻ്റെ ഒന്നും കണക്ക് പറയുന്നത് വെള്ളാപ്പള്ളിയെപ്പോലെ ഒരാളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം പിടിച്ചു വാങ്ങുന്നതിനല്ല. വെള്ളാപ്പള്ളി സ്കൂളുകളുടെ കണക്ക് പറഞ്ഞത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈഴവ സമുദായത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഈഴവ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും ആണ് താരതമ്യം ചെയ്യുന്നതെങ്കിൽ, ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു പൊതുവായ ആ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ ഹൈന്ദവരാണ്, നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കാനിറങ്ങിയ വെള്ളാപ്പള്ളി നടേശൻ സ്കൂളിൻ്റെ കണക്ക് പറയുമ്പോൾ മാത്രം ഈഴവനായി മാറുന്നത് ഒരു ശരിയായ കണക്ക് പറച്ചിലല്ല. അതുകൊണ്ടാണ്, കാരണം അതിൻ്റെ വസ്തുതാപരമായ കണക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. കേരളത്തിൽ ആകെ ഉള്ള സ്കൂളുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ, ആ സ്കൂളുകളുടെ എണ്ണം LP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകളുടെ എണ്ണം 8147 അതിൽ ക്രൈസ്തവർക്കുള്ളത് 3494, ഹൈന്ദവർക്കുള്ളത് 3299. അതിൻ്റെ പകുതി പോലുമില്ല മുസ്ലിം സമുദായത്തിന് 1360. കൊല്ലം ജില്ലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏതാണ്ട് 25-30% മുസ്ലിങ്ങളുണ്ട്, ഈഴവ സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന അത്രയും. ഇവിടെ കൊല്ലം ജില്ലയിൽ ആകെയുള്ള സ്കൂളുകളുടെ എണ്ണം 451. അതിൽ LP സ്കൂളുകളുടെ കണക്കെടുത്താൽ ക്രിസ്ത്യൻ സമുദായത്തിന് 95 സ്കൂളുകൾ, ഹിന്ദു സമുദായത്തിന് 74 സ്കൂളുകൾ, മുസ്ലിം സമുദായത്തിന് 12 സ്കൂളുകൾ. 12 UP സ്കൂളുകളുടെ എണ്ണം എടുത്താൽ മുസ്ലിം സമുദായത്തിനുള്ളത് 7 സ്കൂളുകളാണ്. ആകെയുള്ള 139 സ്കൂളുകളിൽ 7 സ്കൂളുകളാണുള്ളത്. എന്ന് വെച്ചാൽ ഏതാണ്ട് റഫ്ലി 6%. ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളത് 71 സ്കൂളുകളാണ്, ഹിന്ദു സമുദായത്തിനുള്ളത് 61 സ്കൂളുകളാണ്. ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ എണ്ണം എടുത്താൽ മുസ്ലിം മാനേജ്മെൻറ്റിനുള്ളത് 7 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനുള്ളത് 54 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ്, ഹിന്ദു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളത് 70 സ്കൂളുകളാണ്. 131 സ്കൂളുകളിൽ മുസ്ലിം സ്കൂളുകളുടെ എണ്ണം അവിടെയും 7. UP സ്കൂൾ 7,
മുസ്ലിം സ്കൂൾ 7 എണ്ണം. എത്രതിൽ? 139 7 UP സ്കൂൾ, 131 7 ഹൈസ്കൂൾ. ഇതാണ് അതിൻ്റെ കണക്ക്. ഹൈസ്കൂളാണ്, ഹയർ സെക്കൻഡറി അല്ല, ഹൈസ്കൂളാണ്. അങ്ങനെ ആകെ 451 സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ ഉള്ളിടത്ത് 26 സ്കൂളുകളാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ളത്. 10% എന്ന് പറയുമ്പോൾ 45 വേണം. 5% സ്കൂളുകളാണ് കൊല്ലം ജില്ലയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ളത്. ക്രിസ്ത്യന് 220, ഹിന്ദുസിന് 205. ഇനി ഈ സ്കൂളുകളിലെല്ലാം കുട്ടികളുടെ എണ്ണം എടുത്താൽ, ധവളപത്രത്തിൻ്റെ കാര്യം വെള്ളാപ്പള്ളി സാറ് പറയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, കുട്ടികളുടെ എണ്ണം എടുത്താൽ ഒട്ടുമിക്ക സ്കൂളുകളിലും മുസ്ലിം കുട്ടികളുടെ എണ്ണമായിരിക്കും പ്രാതിനിധ്യപ്രകാരം കൂടുതലുണ്ടാവുക. കാരണം എല്ലാവരും പരിഹസിക്കുന്നത് പോലെ 4-5 മക്കളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊച്ചുമക്കളൊക്കെ അടക്കമുള്ള കുടുംബമുണ്ട്, എല്ലാവരും ഒരു പള്ളിക്ക് ചുറ്റുമൊക്കെ ഇങ്ങനെ സമൂഹമായി ജീവിക്കുന്നു, അവരുടെ മക്കളൊക്കെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ പഠിക്കുന്നവരിൽ അധികവും. യഥാർത്ഥത്തിൽ ഒരു ധവളപത്രം പുറത്തിറക്കുമ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ കണക്കുണ്ടല്ലോ. സർക്കാർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കരുത്. ഈ 451 സ്കൂളുകളിൽ 26 മുസ്ലിം സ്കൂളുകളിൽ എത്ര നോൺ മുസ്ലിം അധ്യാപകരുണ്ടെന്നും 220 സ്കൂളിലും 205 സ്കൂളിലും ഏതാണ്ട് 425 സ്കൂളുകളിൽ വെള്ളാപ്പള്ളി സാറ് പറയുന്ന ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ 205 സ്കൂളുകളിൽ എത്ര മുസ്ലിം അധ്യാപകരുണ്ട് എന്നുള്ള ഒരു കണക്ക് കൂടി പുറത്തുവിടേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പുറത്തുവിട്ടാൽ ഈ കണക്ക് വളരെ വ്യക്തമാവും. ഇനി തീർന്നില്ല. ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേരളത്തിലാകെയുള്ളത് 669 ക്രൈസ്തവർക്ക് 287, ഹിന്ദുക്കൾക്ക് 280, മുസ്ലിങ്ങൾക്ക് 102. എയ്ഡഡ് BEd കോളേജ് ആകെ 21 എണ്ണമുണ്ട്. ക്രൈസ്തവർക്ക് 10, ക്രൈസ്തവ മാനേജ്മെൻറ്റ്, ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് 9, മുസ്ലിമിന് 2. ഇനി മലപ്പുറത്തെ കണക്കുകൾ എടുത്താൽ എയ്ഡഡ് കോളേജുകളുടെ എണ്ണം 9 മാത്രം. മലപ്പുറം ജില്ലയിൽ അത്രയേറെ കുട്ടികളുള്ള, അത്രയേറെ ജനങ്ങളുള്ള, 2 ജില്ലയ്ക്കുള്ള ജനങ്ങൾ താമസിക്കുന്ന മലപ്പുറത്ത് 9 എയ്ഡഡ് കോളേജുകളാണുള്ളത്. അതിൽ 5 എണ്ണം മുസ്ലിങ്ങൾക്ക്, ക്രൈസ്തവർക്ക് 2 എണ്ണം ഹിന്ദുക്കൾക്ക്. എറണാകുളത്തും കോട്ടയത്തും മാത്രമായി ക്രൈസ്തവ മാനേജ്മെൻറ്റിന് 30 എയ്ഡഡ് കോളേജുകളാണ് ഈ 2 ജില്ലയിലുള്ളത്. മൂന്നാമത്തെ കണക്കറിയേണ്ടത്, മുസ്ലിം ലീഗിൻ്റെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ SNDPക്ക് നടേശൻ സാറിന് അനുവദിച്ചത് 39 അൺഎയ്ഡഡ് കോളേജ്. ഈ 39 അൺഎയ്ഡഡ് കോളേജും കൊല്ലത്ത് ഒരുപോലെ ഫലകമുണ്ടാക്കി അബ്ദുൾ റബ്ബിനെ മാത്രം വിളിക്കാതെ വളരെ മനോഹരമായി ഉദ്ഘാടനം ചെയ്തു. സ്ഥലത്തിൻ്റെ കണക്കുകൾ അടക്കമുള്ളവ നമ്മുടെ കബീർ സാർ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പോരുവഴി കബീർ സാർ, അദ്ദേഹം ഒരു റിട്ടയേർഡ് പ്രിൻസിപ്പളാണ്. അദ്ദേഹം ഓരോ കോളേജിനും പതിച്ചു കൊടുത്ത കണക്കുകളും സ്ഥലങ്ങളുടെ കണക്കുകളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ കണക്കുകൾ കൂടി കേൾക്കാം. സർക്കാർ ഭൂമിയെ പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിരന്തരം വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാലിക്കട്ട് സർവകലാശാലയിൽ 2 ഏക്കർ ഭൂമി CH ചെയറിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഹിന്ദു സമുദായത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നായർ മുതൽ നായാടി വരെയുള്ളവരെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടന്നത് നമുക്കറിയാം. ആ 2 ഏക്കർ ചെയറിന്റെ ഭാഗം ഒഴിവാക്കി സർക്കാർ പിന്നെ അനുവദിച്ചില്ല, അല്ലെങ്കിൽ അത് ക്യാൻസലാക്കി. എന്നാൽ അതേ മന്ത്രിസഭയിലെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവസാന ഇലക്ഷന് തൊട്ടു മുമ്പുള്ള അവസാന ക്യാബിനറ്റിൽ നടന്ന ഒരു വൻ ചതിവ് ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തിയാണ്. ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ KP യോഹന്നാന് 8000-ൽ പരം ഏക്കർ അനധികൃതമായി കൈവശപ്പെടുത്തിയത് കൂടാതെ 138 ഏക്കർ പാട്ടക്കുടിശ്ശിക എഴുതിത്തള്ളി പതിച്ചു കൊടുത്തു. സുൽത്താൻ ബത്തേരി അസംഷൻ ഫറോന പള്ളിക്ക് സെന്റിന് 100 രൂപ നിരക്കിൽ 4.8 ഏക്കർ പതിച്ചു നൽകി. അതേ പള്ളിക്ക് തന്നെ സുൽത്താൻ ബത്തേരിയിൽ വ്യാപാര സമുച്ചയത്തിന് 30 വർഷത്തേക്ക് പാട്ടത്തിനായി 2.8 ഏക്കർ പതിച്ചു കൊടുത്തു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് പാട്ടക്കുടിശ്ശിക 2.48 കോടി എഴുതിത്തള്ളി പതിച്ചു നൽകിയത് 15.47 ഏക്കർ. തൃശൂർ സെന്റ് തോമസ് കോളേജിന് ചെമ്പുകാവ് വില്ലേജിൽ 25 കോടി രൂപ പാട്ടക്കുടിശ്ശിക എഴുതിത്തള്ളി സെന്റിന് 100 രൂപ നിരക്കിൽ പതിച്ചു നൽകിയത് 1.19 ഏക്കർ. തൃശൂർ സെന്റ് മേരീസ് കോളേജിന് ചെമ്പുകാവ് വില്ലേജിൽ 42 കോടി പാട്ടക്കുടിശ്ശിക എഴുതിത്തള്ളി പതിച്ചു നൽകിയത് 55.7 ഏക്കർ. ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അതേ കാലയളവിൽ തിരുവനന്തപുരം NSS MG കോളേജിന് സെന്റിന് 100 രൂപ നിരക്കിൽ 107 കോടി രൂപ പാട്ടക്കുടിശ്ശിക എഴുതിത്തള്ളി പതിച്ചു നൽകിയത് 42.96 ഏക്കർ. നിറമൻകരയിലെ തിരുവനന്തപുരം ജില്ല കൈമനം NS കോളേജിന് സെന്റിന് 100 രൂപ നിരക്കിൽ പതിച്ചു നൽകിയത് 25.6 ഏക്കർ. തിരുവനന്തപുരം വഞ്ചിയൂർ
1.25 കോടി പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി പതിച്ചു നൽകിയത് ജില്ലാ കളക്ടറുടെ എതിർപ്പിനെ മറികടന്ന് പതിച്ചു നൽകിയത് 71 സെന്റ്. ഇടുക്കി മണക്കാട് NSS സ്കൂളിന് 55,78,880 രൂപ പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി 99 സെന്റ് പതിച്ചു നൽകി. അതേപോലെ പന്തള NSS കോളേജിന് പതിച്ചു നൽകിയ 98 ലക്ഷം രൂപ പാട്ടക്കുടിശ്ശിക ഒഴിവാക്കി 9.4 ഏക്കർ. ഇതിത്രയും NSSനും ഹിന്ദു സമുദായങ്ങൾക്ക് നൽകിയതാണ്. ഇനി SNDPയുടെ കാര്യം ഇതിനേക്കാൾ രസകരമാണ്. കോട്ടയം ജില്ലയിലെ മുരുകന്മല SNDPക്ക് ക്ഷേത്ര നിർമ്മാണ ആവശ്യത്തിനെന്ന പേരിൽ റിസോർട്ട് നിർമ്മാണത്തിന് 25 ഏക്കർ, കരുനാഗപ്പള്ളി കുളം ഉൾപ്പെടെ പാട്ടത്തിന് 4.5 ഏക്കർ, വക്കം നെടുങ്കണ്ടം SN ട്രെയിനിംഗ് കോളേജിന് പതിച്ചു നൽകിയത് 1.04 ഏക്കർ. ഇത്രയും ഈഴവ സമുദായത്തിന് കിട്ടിയതാണ്. മൊത്തം 30.54 ഏക്കർ. അതുപോലെ ഏറനാട് താലൂക്ക് CSI പള്ളിക്ക് പതിച്ചു നൽകിയത് 8 ഏക്കർ. തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് കോളേജിന് പാട്ടക്കുടിശ്ശിക ഒഴിവാക്കി പതിച്ചു നൽകിയത് 45 സെന്റ്. കൊല്ലം ജില്ലയിലെ വാളത്തുങ്കൽ ക്ഷേത്രത്തിന് 30 വർഷത്തെ പാട്ടത്തിന് 8.09 ഏക്കർ. കാഞ്ഞങ്ങാട് സെൻട്രൽ സ്കൂളിന് NSന്റെ സ്കൂളിന് പതിച്ചു നൽകിയ 5.2 ഏക്കർ. അങ്ങനെ NSSന് മൊത്തമായിട്ട് 105.4 ഏക്കറും ഈഴവ സമുദായത്തിന് 30.54 ഏക്കറും ക്രിസ്ത്യൻ സമുദായത്തിന് 228.4 ഏക്കറുമാണ് പതിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നും മുസ്ലിങ്ങൾക്ക് ആകെ കിട്ടിയത് 64 സെന്റ് വസ്തു ആലപ്പുഴ ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എവിടെ അപ്പം അങ്ങനെയാണെങ്കിൽ മുസ്ലിം സമുദായം ഏത് മേഖലയിൽ എങ്ങനെയാണ് അമിതമായി നേടിയതെന്ന് ഈ ബന്ധപ്പെട്ടവർ വെറുതെ പറയാതെ ഒന്ന് വിശദീകരിച്ചാൽ കേരളീയ സമൂഹത്തിന് അത് ഒരു അറിവായി മാറുമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഏതായാലും ഈ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങളിൽ കണക്കുകൾ പുറത്തുവിടുമ്പോൾ ഖലീൽ ബുഖാരി തങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഇതിൻ്റെ ഒരു ധവളപത്രം പുറത്തിറക്കുമ്പോൾ ഈ കണക്കുകളൊക്കെ സർക്കാർ പുറത്തുവിടണം. കാരണം ഇടതുപക്ഷ സർക്കാരിന് വെള്ളാപ്പള്ളി നടേശൻ സാർ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നെങ്കിലും ആത്യന്തികമായി അത് സന്തോഷിപ്പിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തെയാണ് പരിപോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കണക്കുകൾ പുറത്തു വരേണ്ടതാണ്, സംസാരിക്കപ്പെടേണ്ടതാണ്.